പെട്ടെന്ന് സംസാരിച്ചു. എല്ലാവർക്കും നമസ്കാരം. കൊറോണ സമയത്ത് ഞങ്ങളുടെ ഒരു കൂട്ടായ്മയിൽ പിറന്ന ഒരു ഷോർട്ട് ഫിലിം, ആ ഷോർട്ട് ഫിലിം ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ ബിബിനോട് പറഞ്ഞിരുന്നു, ഇത് സിനിമാക്കാർ കാണും, നിന്നെ സിനിമാക്കാർ വിളിക്കും എന്ന്. ആ ഷോർട്ട് ഫിലിം റിലീസായി അതിൻ്റെ പിറ്റേ ദിവസം തന്നെ സത്യനന്ദിക്കാട് സാർ വിളിച്ചു, ജയരാജ് സാർ വിളിച്ചു. ജയരാജ് സാർ വിളിച്ചത് അതിൻ്റെ ബാക്കിയുള്ള എപ്പിസോഡുകൾ അദ്ദേഹത്തിൻ്റെ ചാനലിൽ സംപ്രേഷണം ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടാണ്. അത് കഴിഞ്ഞ് CV സാരഥി എന്ന് പറയുന്ന E4 എൻ്റർടൈൻമെൻറ്റിൻ്റെ പ്രൊഡ്യൂസർ MN ബാദുഷ. അപ്പം ബാദുഷയ്ക്കൊക്കെ വേണ്ടിയിട്ട് ഞങ്ങൾ അതിൻ്റെ സെക്കൻഡ് പാർട്ട് ചെയ്യുകയുണ്ടായി. ശരിക്കും പറഞ്ഞാൽ ഈ സിനിമ 4 വർഷമായിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് എഴുത്തിൻ്റെ പുരോഗതിയിലൂടെ ഉണ്ടായ ഒരു സിനിമയാണ്. പലരും പറയുന്നുണ്ട്, ഈ സിനിമ കണ്ടാലറിയാം ഇത് സജിയുടെ ഭയങ്കരമായ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്, ഇതിലെ കോമഡി കണ്ടാലറിയാം ഇത് സജിയുടെ സംഭവമാണ് എന്നൊന്നുമല്ല. പൂർണ്ണമായിട്ടും ഈ സിനിമയുടെ സ്ക്രിപ്റ്റ്, ഇതിൻ്റെ ഹ്യൂമർ അല്ലെങ്കിൽ ഇതിൻ്റെ എല്ലാ എലമെൻസും ബിപിന് മാത്രം അവകാശപ്പെട്ടതാണ്. അത് പലരും നമ്മുടെ നാട്ടിൽ തന്നെയുള്ള പല ആളുകളും പറയുന്നുണ്ട്, സജിയെ നമുക്കറിയാം, അപ്പോൾ സജിയുടെ ആ ഒരു സാധനം ഒരിക്കലുമില്ല. ബിപിൻ എന്താഗ്രഹിച്ചിട്ടുണ്ടോ അത് സിനിമയിൽ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി എനിക്കറിയാവുന്ന സാങ്കേതിക വശങ്ങളും പിന്നെ സ്റ്റേജ് എക്സ്പീരിയൻസ്, മിമിക്രി ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് തന്നെ 2 മണിക്കൂർ പ്രോഗ്രാം സ്ക്രിപ്റ്റ് എഴുതി സംവിധാനം ചെയ്യുന്നത് കൊണ്ട് 2 മണിക്കൂർ ഉത്സവപ്പറമ്പിൽ ആളുകൾ എങ്ങനെയൊക്കെ ഇരിക്കും എന്ന് പറയുന്ന ഒരു എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് എൻ്റെ പരിമിതമായ അത്തരം അറിവുകളും കൂടെ കൂട്ടിയിണക്കി കൂട്ടായ്മയിലുണ്ടായതാണ് സിനിമ. അതുകൊണ്ട് തന്നെ അങ്ങനെ ബിബിനൊപ്പം സിനിമ ചെയ്യാൻ കഴിഞ്ഞതിൽ, അല്ലെങ്കിൽ ബിബിൻ ആഗ്രഹിച്ചൊരു സിനിമ പുറത്തെത്തിക്കാൻ കഴിഞ്ഞതിൽ, അതിനൊപ്പം നിൽക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം. ആ സിനിമ വിജയമായതിൽ അതിലേറെ സന്തോഷം. അതിനേക്കാളുപരി സിനിമ കാണാൻ നമ്മുടെ നാട്ടിൽ നിന്ന്, എനിക്കൊന്ന് സിനിമ ഇറങ്ങുന്നതിന് മുൻപും സിനിമ ഇറങ്ങിയ ശേഷവും സോഷ്യൽ മീഡിയയിലൂടെ ഞങ്ങളുടെ നാട്ടുകാർ ഓരോരുത്തരും അതിന് നൽകുന്ന പ്രോത്സാഹനം വളരെ വലുതായിരുന്നു. അത് മാത്രമല്ല, സിനിമ നല്ലതായതുകൊണ്ട് കൂടി ധൈര്യമായിട്ട് എല്ലാവരും പറയുന്നുണ്ടായിരുന്നു, എന്താണ് ഈ സിനിമ നിങ്ങൾ പോയി തിയേറ്ററിൽ പോയി കാണണമെന്ന്. സിനിമ ഇപ്പോഴും തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളെ സോഷ്യൽ മീഡിയയിലൂടെ ഫ്ലെക്സുകൾ വെച്ച് സപ്പോർട്ട് ചെയ്ത ഒരുപാട് നാട്ടുകാരുണ്ട്. പിന്നെ ഇതുപോലെ ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കാൻ എനിക്ക് തോന്നുന്നു ഒരു സിനിമയുടെ വിജയാഘോഷവും ഇത്രയും വലുതായിട്ട് നടത്തുമെന്ന് എനിക്ക് അറിയത്തില്ല. ഒരുപക്ഷെ പുലിമുരുകൻ പോലുള്ള സിനിമകളൊക്കെ ചെയ്താലായി. പക്ഷെ നമ്മുടെ പ്രാദേശികമായ ഒരു നാട്ടിൽ നിന്ന് ഒരു കുഞ്ഞു സിനിമയ്ക്ക് നമ്മുടെ നാട്ടുകാർ നൽകിയ ഈ ഒരു സ്നേഹാദരം എന്ന് പറയുന്നത്, അനുമോദനം, ആദരല്ല അനുമോദനം, അത് വളരെ വലുതാണ്. ഇതിൻ്റെ പിന്നിൽ ഒരുപാട് പേരുടെ കഷ്ടപ്പാടുകളുണ്ട്. എനിക്ക് തോന്നുന്നു 2 ആഴ്ചയോളമായി ഉറക്കമൊഴിഞ്ഞ് സ്വന്തം ജോലികൾ പോലും മാറ്റിവെച്ചിട്ട് ഇതിനു വേണ്ടി പ്രയത്നിച്ച ഒരുപാട് വ്യക്തികളെന്ന് പറയുന്നില്ല, ഞങ്ങളുടെ സഹോദരങ്ങളുണ്ട്. അവരോടൊന്നും പറഞ്ഞാൽ തീരാത്ത അത്രയും നന്ദിയുണ്ട്. അപ്പോൾ എല്ലാത്തിനും എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുള്ളൂ, ഈ ഒരു സപ്പോർട്ട് നമ്മുടെ നാട്ടിലെ ഓരോ കലാകാരന്മാർക്കും ഉണ്ടാകണം. അതുപോലെ തന്നെ ഞങ്ങളുടെ സിനിമയിൽ വിഭിന്യാൻ എന്ന് പറയുന്ന ഞങ്ങളുടെ സിനിമ, ഇനിയും ഒരുപാട് സിനിമകളുണ്ടാകും. ആ സിനിമയിൽ നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് കലാകാരന്മാരെ ഞങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അവരുടെ കഴിവിനനുസരിച്ച് ഞങ്ങൾ എഴുതുന്ന കഥാപാത്രങ്ങൾക്ക് അനുസൃതമായ രൂപവും ഭാവവും ഒപ്പം അവരുടെ പെർഫോമൻസും നന്നാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇനിയും ഒരുപാട് കലാകാരന്മാർ ഈ സിനിമയിൽ ഉണ്ടാവും. അത് തോന്നയ്ക്കിൽ നിന്നുള്ള ആളുകൾക്ക് കൂടുതൽ മുൻഗണന ഉണ്ടാവും. അപ്പോൾ അതിനുവേണ്ടി എല്ലാവരും പരിശ്രമിക്കുക, ഇപ്പോഴേ പരിശ്രമിക്കുക. ഒരുപാട് സന്തോഷം. താങ്ക് യു. ഈ വൈകിയ വേളയിൽ അധികം സംസാരിക്കുന്നില്ല. കൊറോണയുടെ സമയത്ത് വേറെ പരിപാടികളൊന്നും ഇല്ലാതിരുന്നപ്പോൾ സജി ഇവിടെ ഒരു മൂവ്മെന്റ് തുടങ്ങി, ഷോർട്ട് ഫിലിം ഉണ്ടാക്കിക്കൊണ്ട് സിനിമ പഠിപ്പിക്കുക. അപ്പം സജിയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സജിയെ ആരും അങ്ങനെ സപ്പോർട്ട് ചെയ്തിട്ടില്ലായിരുന്നു സിനിമയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട്, കലാരംഗത്തേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട്. അങ്ങനെ ഒരു സപ്പോർട്ട് ആരെങ്കിലും പിടിച്ച്, ആ സിനിമയ്ക്കകത്തുള്ളവരാരും പിടിച്ച് അങ്ങോട്ട് വലിച്ചിട്ട ആളല്ല. പക്ഷെ അത് മറ്റൊരാൾക്ക് ഉണ്ടാവരുത്, ഒരു കൈത്താങ് ഉണ്ടാവണം എന്നാഗ്രഹിച്ച്, എൻ്റെ നാട്ടിൽ നിന്ന് കലാകാരന്മാർ സിനിമയിലേക്ക് വരണം എന്നാഗ്രഹിച്ച്, കൊറോണ സമയത്ത് വേറെ ജോലിയൊന്നും ഇല്ലാതിരുന്ന അവസരത്തിൽ സജി തുടങ്ങിയ ഒരു മൂവ്മെന്റ്, അത് സലിയണ്ണൻ, അങ്ങനെ കുറേ പേര് അതിനൊപ്പം സജിക്കൊപ്പം ചേർന്നു.
തോന്നിക്കൽ ജംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു യൂട്യൂബ് ചാനൽ ഉണ്ടാക്കി. അപ്പോൾ എനിക്ക് സിനിമ പഠിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. അപ്പോൾ വേറെ ഒന്നും ഇല്ലാതിരിക്കുന്നൊരു സമയത്ത് അന്ന് അവരെ കൂടെ ഞാനും ചേർന്നു. അങ്ങനെ സിനിമ പഠിക്കുന്നതിനുള്ള ശ്രമം നടത്തി. അവിടെ വെച്ച് സിനിമയിലെ ടെക്നിക്കൽ വശങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തരുന്നത് സജിയാണ്. ഇപ്പോൾ എനിക്കൊരു ഗുരുസ്ഥാനത്ത് അല്ലെങ്കിൽ എൻ്റെ ഒരു മെൻറ്ററായിട്ട് ഇതിങ്ങനെയാണ് എന്ന് പറഞ്ഞു തന്ന് എന്നെ പിടിച്ച് എന്താണ് ഇപ്പം നമ്മൾ കുറച്ച് ഉയരത്ത് നിൽക്കുന്നെങ്കിൽ കുറേ പേരെടുത്ത് ഉയർത്തിയത് കൊണ്ട് മാത്രമാണ്. അവരെല്ലാവരെയും എനിക്ക് സിനിമയിലോട്ട് ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല. പല കാരണങ്ങൾ കൊണ്ട്, സാങ്കേതികമായ കാരണങ്ങൾ കൊണ്ടൊക്കെ. മണികണ്ഠൻ സാറൊക്കെ ഈ സിനിമയിൽ ഉൾപ്പെട്ട് വരേണ്ടവരാണ്. അതുപോലെ തന്നെ ഷാജി എം ധരനൊക്കെ ഈ സിനിമയുടെ ഭാഗമായിട്ട് വരേണ്ടവരായിരുന്നു. സുജിത് സദാശിവൻ. പക്ഷേ സിനിമ അറിയാമല്ലോ, അതിൻ്റെ സാങ്കേതികമായിട്ടുള്ള കാരണങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഉൾപ്പെട്ട് വരാതെ പോയവരാണ്. അപ്പോൾ സജി തുടങ്ങിയ ആ ഒരു മൂവ്മെൻറ്റ് തീർച്ചയായിട്ടും ഞങ്ങൾ ഇനിയും മുന്നോട്ട് കൊണ്ടുപോകും. നമ്മുടെ നാട്ടിൽ നിന്ന് തൊട്ട് അയൽപ്പക്കത്തെ നാട്ടിൽ നിന്നൊക്കെ ഒരുപാട് പേര് ഇനിയും സിനിമയിലേക്ക് വരണം. അപ്പം ഞങ്ങൾ തീർച്ചയായിട്ടും അവരെ കൈപിടിച്ച് കയറ്റും. ഒപ്പം ഞങ്ങൾക്കും വളരാൻ പറ്റും. അവരെ കൈപിടിച്ച് കയറ്റുന്നതിലൂടെ ഞങ്ങൾക്കും വളരാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും ഈ തന്ന സപ്പോർട്ടിന് ഇവിടെ നന്ദി ആരുടെയെങ്കിലും പേരെടുത്ത് പറയുന്നതിൽ അർത്ഥമില്ലെന്ന് തോന്നുമെങ്കിലും കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ കാണുന്നതാണ്. ഇവിടെ ഷിജി അണ്ണനാണെങ്കിലും സുധീഷ് അണ്ണനാണെങ്കിലും അതുപോലെ ഷാജി ശ്രീരംഗമാണെങ്കിലും അനീഷ് വിഷ്ണുപ്രിയ ആണെങ്കിലും ഇവരെല്ലാം ഉറക്കമില്ലാത്ത ദിവസങ്ങളായിട്ട് നിന്ന് ഇതിൻ്റെ സാമ്പത്തികം എങ്ങനെ കണ്ടെത്തും, ഇതെങ്ങനെ സംഘടിപ്പിക്കും, ഇതിൻ്റെ സംഘാടനം എങ്ങനെയായിരിക്കണം, ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകാത്ത വിധത്തിൽ വിപിനും സജിയും കൊണ്ടുവരുന്ന ഗസ്റ്റാണ്. അവർക്കൊരു പോർഗി പോലും ഏൽക്കരുത്. പിന്നെ ഇന്ന് മഴയായതുകൊണ്ട് സ്വാഭാവികമായിട്ട് നമ്മൾ വിചാരിച്ച അത്രയും ആള് എത്തിയിട്ടില്ല. പക്ഷേ എങ്കിലും വളരെ ഗംഭീരമായിട്ട് നമുക്കിത് നടത്താൻ പറ്റി. അപ്പോൾ ഇതിന് ഒപ്പം, ഈ പ്രോഗ്രാമിനൊപ്പം ഇതുവരെ ഉണ്ടായിരുന്ന, ഈ സിനിമയ്ക്കൊപ്പം ഇതുവരെ ഉണ്ടായിരുന്ന ഒരു കാര്യം കൂടി പറയേണ്ടതുണ്ട്. ഈ സിനിമ തിയേറ്ററിൽ വന്നതിന് ശേഷം നമ്മുടെ തോന്നിക്കലുള്ള ഗ്രൂപ്പുകളിൽ എടുത്തു പറയേണ്ടത് അക്ഷയ ആർട്സിനെയാണ്. അവരെ പോലുള്ള ഒരുപാട് ഗ്രൂപ്പുകളിൽ, സൗഹൃദം, കാവിൽ തുടങ്ങിയ ഗ്രൂപ്പുകളെല്ലാം ഈ സിനിമയെ പറ്റിയിട്ട് ഗംഭീരമായ ചർച്ചകൾ നടന്നു. ആ ഗ്രൂപ്പിലുള്ളവർ ഈ സിനിമ മറ്റ് ഗ്രൂപ്പുകളിലേക്ക് പ്രൊമോട്ട് ചെയ്യും. അങ്ങനെയൊക്കെയാണ് ഈ സിനിമ നമ്മുടെ പ്രദേശത്ത് ഇത്ര കണ്ട് ഒരു വലിയ വിജയത്തിലേക്ക് എത്താൻ പറ്റിയത്. അപ്പോൾ ഈ നാടിൻ്റെ ഈ ഒരു സപ്പോർട്ട് തീർച്ചയായിട്ടും ഇനിയുള്ള കലാകാരന്മാർക്കും ഞങ്ങളിലൂടെയും തീർച്ചയായിട്ടും ഉണ്ടാവും. ഇനിയും സിനിമകൾ ഉണ്ടാവും. അപ്പോൾ വളരെ നന്ദി. നമ്മുടെ നാടിൻ്റെ സ്നേഹക്കൂട്ടായ്മയുടെ ഉപഹാരം പ്രിയപ്പെട്ട നടൻ ശ്രീ അസീസ് സജി സബാനയ്ക്ക് ആദ്യം നൽകുന്നു. ശ്രീ അസീസ് സിനിമയുടെ സംവിധായകൻ വിപിന് നമ്മുടെ മൊമെന്റ് നൽകുന്നു. ഇനി ഒരു ഡാൻസോട് കൂടി നമ്മുടെ ഈ പരിപാടി അവസാനിക്കുകയാണ്. ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. നിങ്ങളുടെ സഹകരണം തന്നെയാണ് ഈ പരിപാടിയുടെ വിജയം. കൃതജ്ഞത രേഖപ്പെടുത്തിയതിനു ശേഷം